പഠിതാക്കളെ, സ്നേഹനിധികളായ കളിക്കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. ഞാൻ നിങ്ങൾക്കൊരു സംഭവം പറഞ്ഞുതരാം. വിശുദ്ധ റമദാനിന്റെ 20ാം പ്രഭാതത്തിൽ ഒരു കുട്ടി തന്റെ പിതാവിന്റെ കബറിടത്തിൽ നിന്ന് ഖുർആൻ ഓതുകയായിരുന്നു. പെട്ടെന്ന് പിതാവിന്റെ തൊട്ടടുത്ത കബറിൽ നിന്നും അതിഭയാനകമായ ശബ്ദം കേട്ടു. കുട്ടി തിരിഞ്ഞു നോക്കി. ആരെയും കാണാനില്ല. കുട്ടിക്ക് മനസ്സിലായി അത് കബറിനകത്തു നിൽക്കുന്ന ശിക്ഷയാണെന്ന്. കുട്ടിക്ക് മനസ്സിലായി കബറിൽ നടക്കുന്ന ശിക്ഷയാണ്. ആരുടേതാണ് ഈ കബർ? എന്തിനാണ് ശിക്ഷിക്കപ്പെടുന്നത്? കുട്ടിയുടെ മനസ്സ് തേങ്ങി. കുട്ടി കബറെടുക്കൽ നിന്നും പോയി അദ്ദേഹത്തെ കുറിച്ച് അന്വേഷിച്ചു. പലരും നല്ല അഭിപ്രായമായിരുന്നു പറഞ്ഞത്. കൃത്യമായി നിസ്കരിക്കുന്ന ആൾ, കൃത്യമായി ജമാഅത്തുകളിൽ പങ്കെടുക്കുന്ന ആൾ, നല്ല സ്വഭാവത്തിന്റെ ഉടമ. പക്ഷേ അയാൾ ഒരു ബിസിനസ്സുകാരനായിരുന്നു. ബിസിനസ്സിൽ പലിശ വാങ്ങുന്ന ആളായിരുന്നു. അദ്ദേഹത്തിന്റെ കച്ചവടം പലിശയിൽ അധിഷ്ഠിതമായിരുന്നു. അപ്പോൾ ആ കുട്ടിക്ക് മനസ്സിലായി പലിശ ഇടപാട് നടത്തിയതിന്റെ പേരിലാണ് അദ്ദേഹം ശിക്ഷ അനുഭവപ്പെട്ടത്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിസ്കാരമുണ്ടായിട്ടും കൃത്യമായി ജമാഅത്തിൽ പങ്കെടുത്തിട്ടും നല്ല സ്വഭാവക്കാരനായിട്ടും അദ്ദേഹം ഖബറിൽ നിന്ന് ഭയാനകമായി ശിക്ഷിക്കപ്പെടുകയാണ്. പ്രിയരെ, പലിശ വൻകുറ്റമാണ്. ഇസ്ലാമിൽ ചെറുദോഷങ്ങളും വൻദോഷങ്ങളുമുണ്ട്. 7 മഹാപാപങ്ങളിൽ ഒന്നായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയ ഒന്നാണത്. അത് മനുഷ്യനെ നശിപ്പിച്ചു കളയും. എല്ലാ നന്മകളെയും ഇല്ലായ്മ ചെയ്യുന്ന ഒന്നാണ് പലിശ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലിശ വാങ്ങുന്നവനെയും കൊടുക്കുന്നവനെയും അതിന് സാക്ഷി നിൽക്കുന്നവനെയും എഴുത്തുകാരനെയും ശപിച്ചു. പലിശ ചൂഷണമാണ്. അത് നിർമ്മാർജ്ജനം ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ്. കടം കൊടുക്കുകയും വായ്പ കൊടുക്കുകയും ധർമ്മം ചെയ്യുകയും ചെയ്തുകൊണ്ട് അത് തുടച്ചു നീക്കേണ്ടതാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജത്തുൽ വദായിലെ അവസാന പ്രസംഗത്തിൽ പലരെയും മുൻനിർത്തി പറഞ്ഞത് പലിശ വാങ്ങുകയും കൊടുക്കുകയും അരുതെന്നാണ്. ഇന്ന് സമൂഹത്തിൽ പലരും അശ്രദ്ധമായി പലിശ വാങ്ങുകയും കൊടുക്കുകയും ചെയ്യുന്നു. ഏതടിസ്ഥാനത്തിലാണ് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത്? ഇസ്ലാമിൽ കർശനമായി നിരോധിച്ചതല്ലേ? സമൂഹമേ, പലിശയുടെ ഗൗരവം മനസ്സിലാക്കി നിങ്ങൾ അതിൽ നിന്ന് വിട്ടുനിന്നേ മതിയാകൂ. തിരുലോകത്തും നമ്മൾക്ക് വിജയികളായി തീരണം. ഈ നബിദിന സന്ദേശത്തിൽ പലിശയുടെ ഗൗരവം ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നു. നിങ്ങൾ തിരുത്തുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ നാമൊക്കെ മരിക്കേണ്ടവരല്ലേ? ആ ചിന്ത നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. ഈ നബിദിന സന്ദേശത്തിൽ പലിശയുടെ ഗൗരവം ഉണർത്തി തൽക്കാലം ഞാൻ വിരമിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.